السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم القرآن خلق الإنسان علمه البيان أشهد أن لا إله إلا الله وحده لا شريك له خص أمة الإسلام بأفضل الرسل وخير الكتب وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات اتقوا الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. أكرم بقوم أكرموا القرآن وهبوا له الأرواح والأبدان. قوم قد اختار الإله قلوبهم لتصير من غرس الهدى بستانا. زرعت حروف النور بين شفاههم فتضوعت مسكا يفيض بيانا.
رفعوا كتاب الله فوق رؤوسهم ليكون نورا في الظلام فكانا رفعوا كتاب الله فوق رؤوسهم ليكون نورا في الظلام فكانا سبحان من وهب الأجور لأهلها وهدى القلوب وعلم الإنسان أكرم بقوم أكرموا القرآن وهبوا له الأرواح والأبدان. സ്നേഹ ബഹുമാനമുള്ള വേദിയിലെയും സദസ്സിലെയും രക്ഷിതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സൂക്ഷ്മതയുള്ള ദാസന്മാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അല്പം വൈകിയിട്ടുണ്ട്. പിന്നെ ഒരാശ്വാസം, പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് മാത്രമായിരുന്നു. വഴിയിൽ തടസ്സങ്ങളുണ്ടായാൽ ഇനിയും വൈകുമെന്ന ഭയപ്പാട് കൂടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ സമാധാനമുണ്ട്. അതിലേറെ നിങ്ങളോടൊപ്പമായിരിക്കുവാനും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠന സംരംഭത്തിലായിരിക്കുവാനും സാധിച്ചതിൽ ഏറെ സന്തോഷവുമുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പാലക്കോട് സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹമായ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതിന് നമുക്ക് അവൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളുടെ മരണത്തെക്കുറിച്ചും ഇന്ന് മരണപ്പെട്ട വാർത്തയുമൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു മരണസമയത്ത് അവൻ്റെ നാമം ഉച്ചരിക്കാൻ കഴിയുന്ന ഫായിസീങ്ങളുടെ, വിജയികളുടെ, സുആദാക്കളുടെ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെയാണ് ഞാനും തുടങ്ങുന്നത്. അക്രിം ബിഖൗമിൻ അക്രമുൽ ഖുർആന. ഖുർആനിനെ ആദരിക്കുന്ന ആളുകളെ അല്ലാഹുവേ നീയും ആദരിക്കണമേ. നേരത്തെ പാലക്കോട് സാഹിബ് ചോദിച്ചല്ലോ, ഇനിയും എന്തിനാണ് മടി? ഇനിയും അറച്ചു നിൽക്കാതെ, മാറി നിൽക്കാതെ, വേറിട്ട് നിൽക്കാതെ, നിസ്സംഗത കാണിച്ചു നിൽക്കാതെ, എവിടെയുമില്ലെന്ന് പറഞ്ഞു നിൽക്കാതെ, വിശുദ്ധ ഖുർആനിനെ ആദരിച്ച് വിശുദ്ധ ഖുർആനിന് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകി ആ ഖുർആനിൻ്റെ പഠനമാർഗത്തിലേക്ക് മുന്നിട്ടിറങ്ങാൻ ഇനി എന്ത് തടസ്സം എന്ന് ചോദിച്ചു. തടസ്സമില്ലാതെ പടച്ചതമ്പുരാൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അവൻ്റെ കലാമിനെ ആദരിക്കുന്ന ആളുകളെ അല്ലാഹുവേ നീ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ വഹബൂ ലഹുൽ അർവാഹ വൽ അബ്ദാന. അവരുടെ ദേഹങ്ങളും അവരുടെ മനസ്സും അവരുടെ റൂഹും അവർ ആ വിശുദ്ധ ഖുർആനിനു വേണ്ടി നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നാണ് ആമുഖമായി ഞാൻ പ്രാർത്ഥിച്ചത്. അക്രിം ബിഖൗമിൻ അക്രമുൽ ഖുർആന വഹബൂ ലഹുൽ അർവാഹ വൽ അബ്ദാന. എന്നിട്ട് അവസാനമായി പറയുന്നത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. റഫഉ കിതാബല്ലാഹി ഫൗഖ റൂസിഹിം ലിയകൂന നൂറൻ ഫിൽ ളലാമി ഫകാന.
അവർ വിശുദ്ധ ഖുർആനിനെ ഏതൊന്നിനേക്കാളും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളിൽ ലിയകൂന നൂറൻ ഫിൽ വലാം ഫഖാന, വലാമിൽ അന്ധകാരങ്ങളിൽ അത് വെളിച്ചമായി തീരണം എന്നതുകൊണ്ടാണ് അവർ മറ്റേതൊന്നിനേക്കാളും വിശുദ്ധ ഖുർആനിന് മുൻഗണന നൽകുകയും അതിലൂടെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കുകയും ചെയ്യുന്നത് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അഹബ്ബല്ലാഹ ഫഇന്നമൽ ഖുർആൻ കലാമുല്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ വിശുദ്ധ ഖുർആനിലൂടെ, അവൻ്റെ കലാമിനെ ഇഷ്ടപ്പെടുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്ന സൂചന നൽകുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിരുന്നത്. സൂറത്തു ഹദീദിലെ ഒരു സൂക്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇന്ന് ഏറെ പ്രസക്തമായ ചോദ്യമാണ്. സമൂഹം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. നന്മകൾ തിന്മകളായും തിന്മകൾ നന്മയായും ചിത്രീകരിക്കപ്പെടുന്ന, തിന്മയുടെ കുത്തൊഴുക്കിൽ ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ, അല്ലാഹുവിൻ്റെ ദിക്റിലൂടെ, വിശുദ്ധ ഖുർആനാകുന്ന അല്ലാഹുവിൻ്റെ ദിക്റിലൂടെ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയത്തെ ഇനിയും ഖുശൂ ഉള്ളതാക്കാൻ സമയമായിട്ടില്ലയോ എന്നാണ്. വിശുദ്ധ ഖുർആനിനെ കൊണ്ട് നടക്കുന്നു. വിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കയ്യിലെ മൊബൈലുകളിലുണ്ട്, കമ്പ്യൂട്ടറുകളിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ എടുത്ത് കേവല പാരായണത്തിനപ്പുറത്ത് ആ ആയത്തുകളിലുള്ള ആശയതലങ്ങളെ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് അതിനെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്തതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ, ഇലാ ഖൽബ്, ഹൃദയത്തിലേക്കാണ് അത് അവതരിപ്പിച്ചത്. അത് ഹൃദയത്തിൽ നിന്ന് പിന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. അങ്ങനെ അതിന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പ്രവർത്തന പഥത്തിൽ കൊണ്ടുവരുന്ന, പ്രാവർത്തികമാക്കുന്ന ആളുകൾ ആവാൻ ഇനിയും അവർക്ക് സമയമായില്ലേ? അത് മാറ്റിവെച്ചിട്ട്, വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചിട്ട്, വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളൊന്നും ഉൾക്കൊള്ളാതെ മറ്റേത് പ്രത്യയശാസ്ത്രങ്ങളെ, മറ്റേത് ആശയങ്ങളെ, മറ്റേതൊന്നിനെ സ്വീകരിച്ചാലും ആത്യന്തികമായി രക്ഷ കാണാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ കാലം കുറേ അങ്ങ് കഴിഞ്ഞു പോകുമ്പോഴേക്ക് വലിയ അപകടമാകുമെന്ന് തൊട്ടുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമാ നസല മിനൽ ഹഖ്, അഥവാ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയും ഹക്കായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലൂടെയും ഹൃദയത്തെ സംസ്കരിക്കുവാൻ സമയമായില്ലയോ എന്ന് ചോദിച്ചിട്ട് പറയാം, അവർ വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുമ്പൊരു വിഭാഗം ഇതുപോലെ ഗ്രന്ഥം നൽകപ്പെട്ടവർ ഉണ്ടായിരുന്നു, അവരെപ്പോലെ ആകാതിരിക്കണം. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അപകടം മണക്കുന്നുണ്ട്. അവർ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരുന്നില്ലേ? അവർ കൊണ്ടു നടക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്കൊത്ത് തന്നെയാണോ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് എന്തുകൊണ്ടവർ കാണുന്നില്ല, നോക്കുന്നില്ല, പരിശോധിക്കുന്നില്ല? അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ഖുർആനിൻ്റെ പിൻബലമുണ്ടോ ഇല്ലയോ എന്നെന്തുകൊണ്ടവർ പഠിക്കുന്നില്ല? അവർ പറയുന്ന ഒരു കാര്യത്തിന് വിശുദ്ധ ഖുർആനിൻ്റെ പിൻബലമുണ്ടോ ഇല്ലയോ എന്നെന്തുകൊണ്ടവർ ആരായുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല? അങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടു, പക്ഷേ അവർ അത് വായിച്ചില്ല, അവർ അത് ഉൾക്കൊണ്ടില്ല, അതിനെ അവർ പ്രാവർത്തികമാക്കിയില്ല. കാലം കുറേ കടന്നുപോയി. ഫതാല അലൈഹിമുൽ അമദ്, കാലം കുറേ കടന്നുപോയി, കൊണ്ടു നടക്കുന്നു, പക്ഷേ എന്താണ് അതിലുള്ളതെന്ന് മനസ്സിലായിട്ട് പോലും
അതിന് പ്രാധാന്യം നൽകാതെ അല്പം മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെച്ച് കാലങ്ങൾ അല്പം കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയവും കടുത്തുപോയി. വിശുദ്ധ ഖുർആൻ എന്ന അത്യത്ഭുത വേദഗ്രന്ഥം, ലോകാവസാനം വരെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം, ഋജുവായ വക്രതയില്ലാത്ത ഭാഷയിൽ അവതീർണമായ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ തന്നെ കയ്യിലുണ്ട് എന്നതുകൊണ്ടോ, അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടോ, അതിലെ അർത്ഥം മുഴുവനും അറിയാം എന്നതുകൊണ്ടോ മാത്രമായില്ല. അവർ അതിനെ മാറ്റിവെക്കുന്നുവെങ്കിൽ, നാം അതിനെ മാറ്റിവെക്കുന്നു, പ്രവർത്തന തലത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഖസത് ഖുലൂബുഹും, ഹൃദയം കുറച്ച് കാലം അങ്ങ് കഴിയുമ്പോഴേക്ക് കടുത്തു പോകും. പിന്നെ ഖുർആനിലെ ആയത്തുകൾ, ഇതിൽ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, അതത്ര മൈൻഡ് കൽപ്പിക്കപ്പെടുകയില്ല. ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അങ്ങനെ ആ ആളുകളിൽ ഒരുപാട് ആളുകൾ ഫാസിഖീങ്ങളായി മാറുകയും ചെയ്തിരുന്നു എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്ന ശിഫ. സൂറത്ത് യൂനുസ് വെളിച്ചം പദ്ധതിയിലും അതുപോലെ QLS പഠന സംരംഭത്തിലുമൊക്കെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. പലരും, എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നു, വ്യവസ്ഥാപിതമായുള്ള വെളിച്ചം പദ്ധതിയോ അല്ലെങ്കിൽ QLSോ അതുപോലെ മറ്റേതെങ്കിലും സംരംഭങ്ങളോ അതിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ലാത്ത ഒരുപാട് ആളുകൾ, അവരൊന്നും ഖുർആൻ പഠിക്കാത്തവരാണ് എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. അവർ സ്വന്തമായി വീട്ടിലിരുന്ന് ഒരുപാട് പഠനം നടത്തുന്നവരായിരിക്കാം. അങ്ങനെയാവട്ടെ, അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായി വിശുദ്ധ ഖുർആൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്കങ്ങനെ തോന്നിയിരുന്നു. നേരത്തെ പറഞ്ഞു, പറയുന്ന എനിക്കും പറയുന്ന നമുക്കും കേൾക്കുന്ന നമുക്കും നിങ്ങൾക്കും എത്രത്തോളം വികാരമുണ്ടാകുന്നു ഈ വിഷയത്തിൽ. ഇത് കേൾക്കുമ്പോൾ, പറയുമ്പോൾ പലപ്പോഴും അത്രയങ്ങ് നാം വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു വെളിച്ചം പദ്ധതിയിലെ, QHLSലെ അങ്ങനെ ഏതെല്ലാം സംവിധാനങ്ങൾ നാട്ടിലുണ്ടോ ഖുർആൻ പഠന സംരംഭം, അതിലേതെങ്കിലും ഒന്നിലൊക്കെ നമ്മളൊക്കെ പഠിതാക്കളായിരിക്കാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് അതിൽ എത്രത്തോളം സൂക്തങ്ങൾ, ആശയങ്ങൾ എന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പഴയ ഞാൻ തന്നെയാണോ ഇന്നുള്ള ഞാനും? 10 വർഷം QLS പഠിച്ചിട്ടും 8ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും ഇപ്പോഴും 1ാം ഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഞാൻ തന്നെയാണോ? ഇപ്പം എൻ്റെ ഇണയെക്കുറിച്ച് ഞാനീ പറയാം, 7 ഘട്ടം വെളിച്ചം പദ്ധതിയുടെ പുസ്തകങ്ങൾ വായിച്ചു 100% മാർക്ക് വാങ്ങി. ഒരു പ്രാവശ്യം മാത്രമാണ് അവൾക്ക് 100% കിട്ടാതെ പോയത്. അപ്പോൾ 6 പ്രാവശ്യവും 100% കിട്ടിയ അവളെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ അഭിമാനത്തോടെ കാണുകയാണ്. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന അവളുടെ ദുസ്വഭാവങ്ങൾ അതിന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ വെളിച്ചം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നർത്ഥം. ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലെ, സംസാരങ്ങളിലെ, ചിന്തകളിലെ, പ്ലാനിങ്ങുകളിലെ എല്ലാ തലങ്ങളിലെയും ദുശ്ശീലങ്ങളെ, അപകടങ്ങളെ, വൃത്തികേടുകളെ തുടച്ച് കഴുകി നീക്കാൻ പാകത്തിലുള്ള വെളിച്ചം വീശിയിട്ടില്ല ഇന്നുവരെ എന്നർത്ഥം. നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ എൻ്റെ ഇണയ്ക്ക്, ഞാൻ എൻ്റെ അയൽപ്പക്കത്തിന്, ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട്, ഞാൻ എൻ്റെ മക്കളോട്, മാതാപിതാക്കളോട് എല്ലാ തലത്തിലും എത്രത്തോളം ഈ പഠനം കൊണ്ട് എനിക്ക് മാറ്റമുണ്ടായി എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഇത് വഴിയിലെ വെളിച്ചം വീശുന്ന ഗ്രന്ഥമായി മാറിയിട്ടുണ്ടോ? ഖുർആൻ വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ്, ഹുദൻ ലിന്നാസ് ആണ്. പക്ഷേ ഇതെല്ലാവർക്കും സന്മാർഗമാകുമോ? എല്ലാവർക്കും സന്മാർഗം നൽകാൻ കെൽപ്പുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും സന്മാർഗമായോ? ആർക്കേ ആവുള്ളൂ?
സന്മാർഗത്തെ അതിനകത്ത് നിന്ന് തുറന്ന് വായിച്ച് ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കുന്നവർക്കേ വെളിച്ചമുള്ളൂ. ബ്രൈറ്റ് ലൈറ്റ് കയ്യിൽ കൊണ്ട് നടന്നതുകൊണ്ട്, അതിൻ്റെ സ്വിച്ച് അമർത്താതെ കയ്യിൽ മുറുകെ പിടിച്ചതുകൊണ്ട് വഴിയിലെ തടസ്സങ്ങളെന്നും ബുദ്ധിമുട്ടുകളാവാതെ ആയിക്കൊള്ളണമെന്നില്ല. പ്രസ് ചെയ്യണം, സ്വിച്ച് അമർത്തണം, വെളിച്ചം വരണം, എങ്കിലേ നേരെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാൻ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ ആദ്യ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായും ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തി. ഖുർആൻ വഴി വെളിച്ചമാണ് എന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد. അലിഫ് ലാം റാ കേവലാക്ഷരം കൊണ്ട് തുടങ്ങി 29 അധ്യായങ്ങളാണ് കേവലാക്ഷരങ്ങളായ 14 അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ ഹുറൂഫുൽ മുഖത്താ കൊണ്ട് തുടങ്ങുന്നത്. അതിലൊന്നാണിത്. 14-ാം അധ്യായം ഇബ്രാഹിം സൂറ. എന്നിട്ട് ശേഷം പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക്, നിന്നിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം എന്തിനാണ് പ്രവാചകരെ? ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ആളുകൾ ഒരുപാട് അന്ധകാരങ്ങളിൽ, ഒരുപാട് പ്രയാസങ്ങളിൽ, ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ, ഇരുട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. പരിഹാരം എന്തെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ശിഫ തേടുന്നവരുണ്ട്. അവരെ എല്ലാവരെയും അവർ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളിൽ നിന്ന് യഥാർത്ഥ വെളിച്ചത്തിലേക്കും ആശ്വാസത്തിലേക്കും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഒരു ചിന്ത ഇവിടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് പ്രവാചകനോട് പറയുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ എനിക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഖുർആൻ കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസത്തെ തുടച്ചു നീക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം. ആ ചോദ്യം അങ്ങനെ തന്നെ നമ്മളോട് ചോദിക്കുക. ഇത് നമ്മളോട് നേർക്കുനേർ പറയുന്നതായിട്ട് നാം അനുഭവിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം അന്ധകാരങ്ങളെ തുടച്ച് നീക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തുടക്കത്തിലൊക്കെ അല്പം പ്രയാസമുണ്ടാകും. പൊതുവെ അങ്ങനെയാണ്. തുടക്കത്തിൽ അല്പം പ്രയാസം ഉണ്ടാകും. ഖുർആൻ പഠിച്ചതുകൊണ്ടോ ഖുർആൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെയും ഒരുപാട് ഈ പറഞ്ഞതുപോലെ, ഈ കേട്ടതുപോലെ പ്രയാസങ്ങളെ പെട്ടെന്നങ്ങ് തീർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. ഖുർആനിനെ കുറിച്ച് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് അൽ ഖുർആനു കസ്സാഹിബ്, ഒരു സുഹൃത്തിനെ പോലെയാണ്. കുല്ലമാ താലത്തി സുഹ്ബ, ആ ബന്ധം എത്രമാത്രം സുദൃഢവും ദൈർഘ്യവുമാണോ, ദീർഘിച്ചതാണോ, അതിനനുസരിച്ച് അവൻ്റെ രഹസ്യങ്ങൾ നിനക്കറിയാൻ കഴിയും, നിനക്ക് മനസ്സിലാക്കാം. അവൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ഒരു സുഹൃത്തുമായുള്ള, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 10-20 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ 18 പേർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ 2 പേർക്കറിയാൻ സാധ്യതയുണ്ട്. 18 പേരേക്കാൾ എന്നോട് ബന്ധമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ആ 2 പേരിൽ ഒരാൾ എന്നും എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കൂടെ യാത്ര, എൻ്റെ കൂടെ അന്തിയുറങ്ങി, എൻ്റെ കൂടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരാളാണെങ്കിൽ 2 പേരിൽ ഒരാൾക്ക് മറ്റേയാളെക്കാൾ എന്നെക്കുറിച്ചറിയാം. അതിനേക്കാൾ അറിയാം എൻ്റെ സഹധർമ്മിണിക്ക് എന്നെക്കുറിച്ച്.
ഇതുപോലെയാണ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ചാണ് അത് ഹൃദ്യമായി തീരുന്നത് എന്ന്. ഖുർആൻ പഠനത്തെക്കുറിച്ച് അമുസ്ലിം ചിന്തകനായ ഗോയിധെ എന്നൊരാൾ പറഞ്ഞത് ആദ്യം മടുപ്പുളവാക്കുമെന്നാണ്. മടുപ്പുളവാക്കും. അതാണല്ലോ ക്ലാസ്സിലൊക്കെ പങ്കെടുത്താൽ, കുറേ ക്ലാസ്സിലിങ്ങോട്ട് പങ്കെടുത്ത് 2-3 ആഴ്ച കഴിഞ്ഞാൽ അങ്ങ് നിന്നു പോകും. കുറേ ആൾക്കാരങ്ങ് പോകും. തുടക്കത്തിൽ എത്രയേ ആൾക്കാരാണ് ക്ലാസ്സിൽ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. 100-100 ചില്ലറ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഒരു 5-6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 22 ആളുണ്ട്. അതെന്തേ അങ്ങനെ പോയി? ആദ്യം മടുപ്പുളവാകും എന്ന് സ്വാഭാവികമായും മനസ്സിലാകാം. പക്ഷേ അതുമായുള്ള ബന്ധം എത്രമാത്രം ശക്തമാക്കുന്നുവോ അതിനനുസരിച്ച്, അഥവാ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അജ്ഞത മൂലമോ നമ്മുടെ അശ്രദ്ധ മൂലമോ ഉണ്ടായിപ്പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, ക്രമക്കേടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. മആസി, ധിക്കാര പ്രവർത്തനങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. അങ്ങനെയുള്ള നമ്മൾ ഖുർആൻ പഠിക്കാൻ അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതല്ലാണ്ട് മാഞ്ഞു പോകില്ല. പക്ഷേ സാവകാശം ഒരിക്കലും തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഉറച്ചു വിശ്വസിക്കാവുന്ന ഒരു കാര്യം, അല്പകാലം, ഒരു ദീർഘകാലം പതിവായി തിലാവത്തുൽ ഖുർആൻ വ തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിൻ്റെ വായനയും ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ചുള്ള ഉറ്റാലോചനയും നടത്തുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ മുന്നിൽ അന്നുവരെയുണ്ടായിരുന്ന ഇരുട്ട് നിലനിൽക്കുകയില്ല. ഇരുട്ടിന് നിൽക്കാൻ കഴിയില്ല, അത് നശിച്ചു പോകും, അവിടെ പ്രകാശപൂരിതമാകും. വിശുദ്ധ ഖുർആനിൻ്റെ തിലാവ, വിശുദ്ധ ഖുർആനിനെക്കുറിച്ചുള്ള, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലെ വരികൾക്കിടയിൽ, വരികൾക്കുള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെക്കുറിച്ചുള്ള ഉറ്റാലോചന, ഗവേഷണം, ചർച്ചകൾ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തു മാഇദയിലെ 15-16 വചനങ്ങളിലൂടെ പറയുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടതാണ്. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ. ശേഷം പറയുന്നു, ഖദ് ജാഅകും മിനല്ലാഹി നൂർ, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നിതാ പ്രകാശം വന്നിരിക്കുന്നു, സ്പഷ്ടമായ രേഖ, കിതാബ്, ഏട് വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരാണ്, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, സുബുലസ്സലാം, സമാധാനത്തിൻ്റെ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുന്ന, അവൻ്റെ പ്രീതി കാംക്ഷിച്ച് നിരന്തരമായി ഖുർആനിൻ്റെ കൂടെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക്, മനിത്തബഅ റിദ്വാനഹു, അല്ലാഹുവിൻ്റെ റിദ്വാനിനെ പിൻപറ്റുന്ന, ഇഷ്ടപ്പെടുന്ന, പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് യഹ്ദി ബിഹില്ല, അല്ലാഹു മാർഗം കാണിക്കും. എങ്ങോട്ടാ? സുബുലസ്സലാം. സലാം, നേരത്തെ പറഞ്ഞ സലാം കേൾക്കുക എന്നതുണ്ടല്ലോ, മരണസമയത്ത് സലാം കേൾക്കാൻ, വിചാരണാ സന്ദർഭത്തിൽ സലാം കേൾക്കാൻ, സ്വർഗത്തിൽ നിന്ന് സലാം തന്നെ കേൾക്കാൻ, ആ ഒരു ഇഹപര ജീവിതത്തിലെ സലാം, സമാധാനാന്തരീക്ഷം, അതിലേക്ക് അല്ലാഹു വഴി നടത്തും എന്ന് വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്ന ആളുകൾക്ക്. സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നി, ളുലുമാത്തിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്കും അവൻ നയിക്കും, പുറത്തു കൊണ്ടുവരും. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ
മുസ്തഖീം. അങ്ങനെ അവരെ ഏറ്റവും ശരിയായ പന്ഥാവിലേക്ക്, വഴിയിലേക്ക് വഴി നടത്തുകയും ചെയ്യുമെന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, ശരീരത്തിൻ്റെ രണ്ട് ഭാഗം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലെ ഹൃദയം എന്നത് അൽ ഖൽബ് മലിക്കുൽ ബദൻ എന്നാണ് പറയുന്നത്. അൽ ഖൽബു മലിക്കുൽ ബദൻ. നമ്മുടെ ഹൃദയം എന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തു നിൽക്കുന്ന ഒരു രാജാവാണ്. രാജാവ് നന്നായാൽ, രാജാവ് നീതിപൂർവകമാണെങ്കിൽ, രാജാവ് ന്യായപൂർവമാണെങ്കിൽ, രാജാവ് സത്യത്തിൻ്റെ പക്ഷത്താണെങ്കിൽ ആ നാട് മുഴുവനും സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കും. ഖൽബ് എന്നത് മലിക്കുൽ ബദനാണ്. മറ്റു ജവാരിഹകളൊക്കെയും ജയ്ഷു, അതിൻ്റെ സൈന്യമാണ്. കൈകാലുകളും ലൈംഗികാവയവങ്ങളും കണ്ണും കാതും നാവും വയറും ശരീരം മൊത്തം, പിന്നെ എല്ലാം ആ ഹൃദയത്തിൻ്റെ പവർ അനുസരിച്ചായിരിക്കും, ആ ഹൃദയത്തിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ചായിരിക്കും. കേവലം നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിശ്ചയിക്കുക, നിയന്ത്രിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് മനസ്സിനെ കൂടെ നന്നാക്കിയെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അതുകൊണ്ട് തന്നെ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളറിയണം ശരീരത്തിലൊരു മുദ്ഗത്തുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരമാകെ നന്നാകും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടായാൽ ശരീരമാകെ കേടാവുകയും ചെയ്യും. അതിനെ നന്നാക്കാനുള്ള ഒരു വഴിയാണ് വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നത്. വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏത് തലങ്ങളിലും എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായ രീതിശാസ്ത്രം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യം മുതൽ അവൻ ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലെയും പല വിഷയങ്ങൾ മുതൽ അവൻ മരണപ്പെടുന്ന അഥവാ പരലോക ജീവിതത്തിലേക്കുള്ള കവാടമായ മരണം, ആ മരണത്തിലേക്കുള്ള പ്രവേശം, ആ മരണത്തിന് ശേഷം പുനർജന്മം വരെ നീണ്ടു നിൽക്കുന്ന എത്രയാണെന്നറിയാത്ത ഒരു കാലയളവ്, ഖബറിലോ മറ്റെവിടെയോ ആയി അടക്കപ്പെട്ടിരിക്കുന്നതോ നശിച്ചു പോയിരിക്കുന്നതോ ആയ ഒരു ഘട്ടം, ബർസഖിയായ ഒരു ഘട്ടം, ആ ഘട്ടത്തെക്കുറിച്ച്, അത് കഴിഞ്ഞ് പുനർജന്മം, ദേഹത്തോട് ദേഹിയും ദേഹവും തമ്മിൽ ചേരുന്ന, വീണ്ടും ഒന്നായി ചേരുന്ന ഒരു കാലം മുതൽ അനന്തമായി നീണ്ടു നിൽക്കുന്ന രക്ഷാശിക്ഷയുടെ ലോകം, സ്വർഗ നരകത്തിൻ്റെ ലോകം, ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന, ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ തലങ്ങളിലെല്ലാം വ്യക്തമായി വിഷയങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് സമാധാനത്തിൻ്റെ വഴിയിലെത്താൻ കഴിയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക, നിനക്ക് പ്രവാചകരെ വഹയായി നൽകപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെയെങ്കിൽ താങ്കൾ തീർച്ചയായും മുസ്തഖീമായ പാതയിൽ തന്നെയായിരിക്കും ആണ് എന്ന് നമ്മൾ ഓർക്കുക. നാം നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും, നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഈ ഒരു വിഷയം വരുന്നുണ്ട്. ഖുർആൻ പ്രേരിതമായിട്ടാണ്, അതുപോലെ ഖുർആനിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ്റെ ജീവിതചര്യ, ആ പ്രേരണയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ആശ്വാസമായി വന്നിട്ടുണ്ടോ? ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ വരുമ്പോൾ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു തിന്മ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ ഉണർത്തുകയാണ്, അരുത്, ഇത് തിന്മയാണ്, ഇത് അള്ളാഹുവും പ്രവാചകനും ഇഷ്ടപ്പെടാത്തതാണ്,
അരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഇന്ന അധ്യായത്തിലെ ഇന്ന വചനപ്രകാരം ഇത് അബദ്ധമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ്, അരുതെന്ന് നമ്മളോട് പറഞ്ഞാൽ ശരി എങ്കിൽ ഞാനത് ഉൾക്കൊള്ളാം എന്ന് നമ്മൾ പറഞ്ഞു മാറിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ചോദിക്കുക, നമ്മളെക്കുറിച്ച് തന്നെ ചോദിക്കുക. അങ്ങനെ തെറ്റുകൾ ചെയ്തു പോയാൽ, അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തത് കണ്ടിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ, നമ്മെ ഉത്ബോധിപ്പിച്ചാൽ, ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നോക്കിയപ്പോൾ ആർക്കോ ജീവിക്കാനാവോ എന്നാണോ നമ്മൾ ചോദിച്ചത്? ഇങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ടോ അപ്പോൾ ജീവിക്കാനാകുക? ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ പോവില്ല എന്നാണോ നമ്മൾ പറഞ്ഞത്? 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിൽ കൃത്യമായി വിശ്വാസികളെ പരിചയപ്പെടുത്തിയിടത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ വഴിയിൽ വെളിച്ചം വീശുന്ന മുഅ്മിനുകളായ മുഅ്മിനാത്തുകളായ ആളുകളെ പരിചയപ്പെടുത്തിയിടത്ത് ഒരു കാര്യം പറയുന്നത് എന്താണെന്നറിയാം? കുറേ അടയാളങ്ങൾ പറയുന്നതിലൊന്ന്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, അബദ്ധങ്ങൾ, നീചവൃത്തികൾ സംഭവിച്ചു പോയാൽ, വിശ്വാസികൾ തന്നെ, പക്ഷേ അവർ ഒരു നീചവൃത്തി ചെയ്തുപോയി, ഫാഹിഷത്ത് ചെയ്തുപോയി, അരുതാത്തത് അവരിൽ വന്നുപോയി, സാഹചര്യത്തിൻ്റെ പ്രേരണയാൽ, പരിസരത്തിൻ്റെ പ്രേരണയാൽ അവർ അത് ചെയ്തുപോയി, കൂട്ടുകെട്ടിൻ്റെ വലയത്തിൽ അവർ അത് ചെയ്തുപോയി, ഒറ്റക്കായിരുന്നപ്പോൾ അതുകൊണ്ടവർ ചെയ്തുപോയി, അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടു, ആരോ ഉണർത്തി. അങ്ങനെയെങ്കിൽ എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കാതെ, മറിച്ച് ആ ചെയ്ത തെറ്റിനെ മനസ്സിൽ കൊണ്ടുവന്ന് പടച്ച തമ്പുരാനെ ഓർത്ത് അല്ലാഹുവിനെ ഓർക്കുക, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് ചെയ്ത തെറ്റിന് പാപമോചനം, ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. എത്ര തെറ്റുകൾ നമുക്കൊക്കെ വന്നുപോയി, എനിക്കും നിങ്ങൾക്കും എത്ര തെറ്റുകൾ വന്നുപോയി, മാനുഷികമായി സ്വാഭാവികമായി വരുന്നതോ കാര്യമായി ചെയ്യുന്നതോ. നോക്കൂ നിങ്ങൾ, അങ്ങനെ തെറ്റുകൾ വന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്നതാണ് ഖുർആനിനെ വെളിച്ചമായി സ്വീകരിക്കുന്ന ആളുകളുടെ അടയാളം. എന്നിട്ട് അവിടെ തന്നെ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാതെ ആരാ പാപം പുറത്തു തരാനുള്ളതെന്ന്, പാപം ചെയ്യരുതെന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ പടച്ചോനെ പരിചയപ്പെടുത്തുക. പാപം ചെയ്താൽ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ പടച്ചോനെ പരിചയപ്പെടുത്തുക. പാപം ചെയ്താലുള്ള ശിക്ഷ കഠിനമായിരിക്കും, കഠോരമായിരിക്കും എന്ന് പഠിപ്പിച്ച പടച്ച തമ്പുരാൻ, സഹോദരങ്ങളെ സഹോദരികളെ, തിന്മ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചും ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചുമൊക്കെ പരിചയപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ ഈ തെറ്റ് ചെയ്ത ആളുകളോട്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാ പാപം പുറത്തു തരാനുള്ളത്? അപ്പം ആ പടച്ച തമ്പുരാനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തുറന്ന് പറയുക, അങ്ങനെ പാപമോചനം തേടുക എന്നത് ഖുർആനിനെ വെളിച്ചമായി സ്വീകരിക്കുന്ന ആളുകളുടെ അടയാളമാണ്. ഖുർആനിനെ മുറുകെ പിടിക്കുക, ഖുർആനിനെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് ഖുർആൻ കൊണ്ട് ഖുർആനിനെ ആദരിക്കുക, ഖുർആനിനെ ഹുർമത്ത് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലരും കരുതിപ്പോന്നത് ഒരു കാലത്ത്, ഇപ്പോഴും അല്പം ചില ആളുകളൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്, അത് ഓതുക, അത് പാരായണം ചെയ്യുക, അത് മനഃപ്പാഠമാക്കുക എന്നതൊക്കെ മാത്രമാണ് കാണുന്നത്. ഖുർആൻ ആ ഒരു വിഷയം 7-ാം അധ്യായം സൂറ അറാഫിലെ 170-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ ഓർമ്മപ്പെടുത്തൽ, ഒരു തദബ്ബുർ കൂടെയാണത്. ആയത്തുകളുടെ അർത്ഥങ്ങൾ വായിച്ചു പോകുമ്പോൾ വാക്കുകളുടെ അർത്ഥം വെച്ച് കൂട്ടിഘടിപ്പിച്ചാൽ മാത്രം പോരാ, അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ച കൂടെ ഉണ്ടാകണം. ഒരായത്തും അടുത്ത ആയത്തും തമ്മിലുള്ള ബന്ധം, ഒരു സൂറത്തും അടുത്ത സൂറത്തും തമ്മിലുള്ള ബന്ധം, ഒരു ആയത്തിലെ
2 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം, ഓരോ ആയത്തിൻ്റെയും വാൽക്കഷ്ണമായി വച്ചിട്ടുള്ള അതിൻ്റെ അവസാന പ്രയോഗങ്ങളും ഇതും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഖുർആൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഖുർആൻ നമ്മെ അതിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നു. 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 170-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വ അഖാമുസ്സലാത ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ. വളരെ രസകരമാണ്. ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്? വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ, ഇസ്ലാഹ് നടത്തുന്ന ആളുകളുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല. നമ്മൾ പലരും വിചാരിച്ചു 3 വിഷയം പറഞ്ഞതാണെന്ന്. 3 വിഷയം പറഞ്ഞല്ല, ഒരാളുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള അയാളുടെ ദൗത്യം മുഴുവനും പറഞ്ഞതാണത്. ഖുർആനിനെ മുന്നിൽ വെച്ച് വായന തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ അയാളുടെ പരിവർത്തനത്തെക്കുറിച്ചും എന്നിട്ട് അയാൾ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ വരും കാലത്തെക്കുറിച്ചും വരും പ്രവർത്തനത്തെക്കുറിച്ചും സൂചിപ്പിച്ച ഒരു വചനമാണത്. എങ്ങനെയാ അതിൻ്റെ ബന്ധമെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന, അതിനെ കൃത്യമായി വായിക്കേണ്ട രൂപത്തിൽ വായിക്കുന്ന, സൂറത്തു ബഖറയിലെ 121-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി, ഹക്കായും അതിൻ്റെ തിലാവത്ത് എങ്ങനെയാണോ അങ്ങനെ അതിനെ വായിക്കുന്ന, അങ്ങനെ അതിനെ പാരായണം ചെയ്യുന്ന, അങ്ങനെ അതിനെ പഠിക്കുന്ന ആളുകൾ. എന്നിട്ട് ആ വായനയും പഠനവുമൊക്കെ അയാളെ എവിടെ എത്തിച്ചു? വഅഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റു കാര്യങ്ങളിലൊക്കെ നിഷ്ഠ പുലർത്തുന്ന, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്ന, ജീവിതത്തിന് ഒതുക്കവും ചിട്ടയുമുള്ള വ്യവസ്ഥാപിതമായ ലക്ഷ്യബോധമുള്ള വ്യക്തിയായി മാറും. അതുകൊണ്ട് ആരാധനകളിലെ അതിപ്രധാനമായ ആരാധനയെ എടുത്തു ചേർത്ത് വെച്ചു. എല്ലാ ആരാധനയും ഇവിടെ ഒരുപോലെ പറയപ്പെടേണ്ടത് തന്നെ, പക്ഷേ നമസ്കാരത്തെ മാത്രം എടുത്തു പറഞ്ഞു. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആരാധനാമുറകളിൽ നിഷ്ഠ പുലർത്തുന്ന, നിലനിർത്തുന്ന വ്യക്തിയായി മാറും. മാത്രമല്ല, എന്നിട്ട് അവസാനം പറയാം, നിസ്കരിക്കണവനും ഖുർആൻ മുറുകെ പിടിച്ചവനും കൂലി നഷ്ടപ്പെടുത്തൂല എന്നല്ല പറഞ്ഞത്. ഈ കാര്യം ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ, തീർച്ചയായും മുസ്ലിഹീങ്ങളായ ആളുകളെ, നന്മ വരുത്തുന്ന, ഇസ്ലാഹ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ഒട്ടും നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അവസാനിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ വായന പഠനത്തിലൂടെ അത് ജീവിതത്തിൽ പകർത്തി ആരാധനാമുറകളിൽ കൃത്യതയും നിഷ്ഠയും പുലർത്തുന്ന, നിലനിർത്തുന്ന, ജീവിതത്തിലാകമാനം വ്യവസ്ഥാപിതമായി അള്ളാഹുവിനിഷ്ടപ്പെട്ട, പ്രവാചകനിഷ്ടപ്പെട്ട രീതിശാസ്ത്രം സ്വീകരിച്ച് പോരുന്ന ഒരാൾ, അയാൾ സ്വാഭാവികമായും നാട്ടിൽ നന്മ, നല്ല പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്ത് അവിടെ പ്രകാശം പരത്താൻ പ്രവർത്തന പഥത്തിൽ ഇറങ്ങുന്ന ആളുകളായിരിക്കും ആവണം. അതുകൊണ്ടാണ് അവസാനം ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ എന്ന്. അപ്പോൾ ഖുർആൻ പഠന സംരംഭത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ പഠനം നടത്തുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം സമൂഹത്തിന് നല്ല പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരായി മാറും, ഇസ്ലാഹ് നടത്തുന്നവരായി മാറും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠനരംഗത്ത് കാൽവെപ്പുമായി കേരളക്കരയിലേക്ക് വന്ന പ്രസ്ഥാനത്തെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഖുർആനാണ് നമ്മൾ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടെ സ്വന്തം ജീവിതത്തിലെ ആരാധനയിൽ പുലർത്തുന്ന നിഷ്ഠ മാത്രമല്ല, അവർ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ എല്ലാ മിടുപ്പുകളെയും അറിഞ്ഞ് അവിടേക്ക് വേണ്ടതായ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ മണ്ണിൽ, വായുവിൽ,
ജലത്തിൽ മലിനീകരണങ്ങൾ നടക്കുന്നുണ്ടെന്നറിയുമ്പോൾ മലിനീകരണം അരുത് എന്ന് പറയും. ജലത്തിൻ്റെയും മണ്ണിൻ്റെയും വായുവിൻ്റെയും സസ്യങ്ങളുടെയും കൃഷിയുടെയും എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും നന്മകൾ കൊണ്ടുവരാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിക്കണം. അല്ലെങ്കിൽ ഇസ്ലാഹിൽ നമ്മൾ എത്തിച്ചേരണം എന്നതാണ്. ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല ക്ലാസ്സാണെന്ന് പറയിപ്പിച്ചിട്ട് വലിയ സംരംഭമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇത്ര ആൾക്കാരൊക്കെ ക്ലാസ് പങ്കെടുക്കാറുണ്ട് എന്ന് പറയുന്നത് കൊണ്ടല്ല, മറിച്ച് അവരിൽ നിന്ന് അവരുടെ പ്രദേശത്ത്, അവരുടെ വീടിന് പരിസരത്തുള്ള വീടുകളിൽ, അവരുടെ നാട്ടിലെ മുഴുവൻ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ, അവർക്കൊക്കെ ഒരു ശാന്തിയും സമാധാനവും നൽകാൻ, രക്ഷാകരസ്പർശം നൽകാൻ കഴിയണം. അതാണ് ഖുർആനിനെ ഫതമസ്സക്കു എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫതമസ്സക്കു ബിഹി, ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു ഖുർആൻ. ഫതമസ്സക്കു ബിഹി, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാർക്കും കൊടുക്കൂല എന്നിങ്ങനെ പിടിച്ചിക്കലല്ലോ. ഇത് ഫുള്ള് ഞാൻ കാണാപ്പാടാക്കും എന്ന് പറഞ്ഞ് കാണാപ്പാടാക്കൽ മാത്രമല്ലല്ലോ, മറിച്ച് അതിൻ്റെ സംരക്ഷണം എന്നത്, അതിനെ മുറുകെ പിടിക്കുക എന്നത് നമ്മെ ആകെ പരിവർത്തിപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം അൽ മുഹാഫള അല തിലാവ എന്നത് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്തിൽ ഉള്ള ശ്രദ്ധയാണ്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വഅലൈക ബിദിക്രില്ലാഹ് വതിലാവത്തിൽ ഖുർആൻ, നീ അല്ലാഹുവിൽ ദിക്റുള്ളവനാകണം, അതിന് നീ തിലാവത്തുൽ ഖുർആൻ നടത്തണം. ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർദ്, അത് ദുനിയാവിൽ ഭൂമിയിൽ നിനക്കുള്ള പ്രകാശമാണ്. വദിക്റുൽ ലക ഫിസ് സമാ, വാനലോകത്ത് ഉപരിലോകത്ത് നിന്നെക്കുറിച്ചുള്ള സ്മരണയുമാണത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സ് മിംബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വിശുദ്ധ ഖുർആനുമായി ചർച്ച നടക്കുന്ന രംഗത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് അങ്ങനെയാണ്. അവിടെ മലക്കുകൾ ഇറങ്ങും, അൽ മലായിക, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. അതേപോലെ ഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ ആകെ പൊതിയും. അവർക്ക് ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, ശാന്തിയും സമാധാനവും അവരിൽ പെയ്തിറങ്ങും എന്നൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിൽ അവസാനം പറയുന്നത് അല്ലാഹു അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരോട് പറയും എന്ന. അതാ വദിക്റുൽ ലക ഫിസ്സമാ, ഉപരിലോകത്ത് നിന്നെക്കുറിച്ചുള്ള സ്മരണയായി നീ അള്ളാഹുവിനെ സ്മരിക്കുന്നതും വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്നതും ഉണ്ടായിരിക്കും. സൂറത്ത് ഫാത്തിറിലെ 29-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു കച്ചവടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 29-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമു الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത, നശിച്ചു പോകാത്ത കച്ചവടം ആണ് അവർ ചെയ്യുന്നത്. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? നേരത്തെ നാം 7:170 പറഞ്ഞ അതേ ബന്ധമാണ് ഇവിടെയുമുള്ളത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ് തിലാവത്ത് ചെയ്യുന്ന, വായിക്കുന്ന, പഠിക്കുന്ന ആളുകൾ മാത്രമല്ല, അത് അവരെ നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാക്കി. അവർ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, മൂന്നാമതൊരു കാര്യം, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും, ചെറുതായും വലുതായും, ചെറിയ തോതിലും വലിയ തോതിലും നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ നൽകുന്നുണ്ട്.
അങ്ങനെയുള്ള ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ, അവരുടെ തിജാറ, കച്ചവടം ഏറ്റവും വലിയ വിജയകരമായ നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിരന്തരമായ വിശുദ്ധ ഖുർആൻ പാരായണം, രാപ്പകലുകളിൽ, പ്രഭാത പ്രദോഷങ്ങളിൽ ഉള്ള വിശുദ്ധ ഖുർആനിൻ്റെ കേവല പാരായണം പോലും ബറക്കത്തിനാധാരമാണ്. അപ്പോൾ അതിലപ്പുറത്ത് ആ പാരായണം പതിവാക്കുന്നതിലും മനഃപ്പാടമാക്കുന്നതിലും അപ്പുറത്ത് വായിക്കുന്ന മനഃപ്പാടമാക്കിയിട്ടുള്ള ആയത്തുകളുടെ അർത്ഥമെന്താണെന്ന് അറിയുക കൂടെ ചെയ്യുക എന്ന രണ്ടാമത്തെ ദൗത്യം, അൽ ഫഹ്മു ബിമആനിഹി, അതിൻ്റെ ആശയങ്ങൾ അറിയുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഉച്ചാലോചന, തദബ്ബുർ നടത്തുക, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർക്കുള്ള പ്രതിഫലം എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നിങ്ങൾ അർത്ഥമറിയാത്ത സൂറത്തുകളാണെങ്കിൽ പോലും ഒരുപാട് തവണ നിരന്തരമായി ഭംഗിയായി നല്ല ഈണത്തിൽ മണിക്കേണ്ടിടത്ത് മണിച്ച് നീട്ടേണ്ടിടത്ത് നീട്ടി ഭക്തിയോടുകൂടെ ഖിബിലക്കഭിമുഖമായി ഇരുന്ന് ശുദ്ധമായിരുന്ന് നല്ല മനസ്സോടെ നിരന്തരമായി, നിങ്ങൾക്ക് അർത്ഥമറിയില്ലെങ്കിലും ഒരുപാട് തവണ പാരായണം ചെയ്തു നോക്കൂ. സുനിശ്ചിതമാണ് അള്ളാഹു നൽകും ബറക്കത്ത്, അള്ളാഹു നൽകും നിഅമത്ത്, അള്ളാഹുവിൻ്റെ സലാമുണ്ടാകും, മനസ്സിനൊരാശ്വാസമുണ്ടാകും, മനസ്സിനൊരു കുളിർമയുണ്ടാകും. നിങ്ങൾ ഏറ്റവും നല്ലത് കേൾക്കൂ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ നിശബ്ദമായി അതിനെ നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയണത് എന്താ അറിയോ? ലഅല്ലകും തുർഹമൂൻ, ലഅല്ലകും തുർഹമൂൻ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കുമെന്ന് അല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. റഹ്മത്തിൻ്റെ ആധാരം കേവല പാരായണം കൊണ്ടൊന്നും മാത്രം കിട്ടുന്നതല്ല, എങ്കിലും നിങ്ങൾ അതിൻ്റെ കൂടെയായി നോക്കൂ, സമാധാനം ഉണ്ടാവും. ഇനി അതിന് വർധനവ് കൂടുതലുണ്ടാകും. എപ്പോഴാണ് അല്ലാഹ് ഇവിടെ തന്നെ തൊട്ടടുത്ത ആയത്ത് പറയാം, ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലി, അവരുടെ പ്രതിഫലം പൂർണ്ണമായി കൊടുക്കും. അവർക്കുള്ള ഫദ്ല്, സിയാദത്ത്, അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ഇന്നഹു ഗഫൂറുൻ ശകൂർ. എന്തിനാ അത് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണ പഠന പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന തിലാവത്ത്, തദബ്ബുർ നടത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അതുകൊണ്ട് പുറത്തു തരും. അത്രയേറെ നന്ദി കാണിക്കുന്നവനാണ്, അത്രയേറെ പാപം പൊറുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആര് പുറത്തു തരും? ആലി ഇംറാൻ സൂറത്തിൽ ചോദിച്ചതുപോലെ, ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചതുപോലെ, സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആനിനെ ആ വിധത്തിൽ വായിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അത് സമാധാനമായി, ആശ്വാസമായി, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു വെളിച്ചം, ഒരു ധൈര്യം, ഒരു കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇപ്പം ജീവിതത്തിലൊക്കെ തെറ്റ് വന്നു പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഒരുപാട് അബദ്ധങ്ങൾ വന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ പഠിപ്പിച്ച ഖുർആനിലെ അതിപ്രധാനമായ ഒരു വചനമുണ്ടല്ലോ, സൂറത്ത് ബഖറയിലെ അവസാന ആയത്തുകൾ 2 അവസാന ഖവാതീമു സൂറത്തുൽ ബഖറ. നമുക്ക് പലർക്കും അറിയില്ല, പലരും അതിപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ അത് പഠിച്ചു. നമ്മളും അത് ശീലമാക്കുക. അവിടെയുള്ള പ്രാർത്ഥന എത്രമാത്രം ഗൗരവമാണ്. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളാകുന്ന, ദിക്റുകളാകുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠനം സ്വാഭാവികമായി നമുക്ക് ആശ്വാസം നൽകുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളൊന്നും ഖുർആൻ വായന കൊണ്ട് എന്താപ്പം കിട്ടുക എന്ന് ചിന്തിച്ചെങ്കിൽ, എന്താ ഖുർആൻ വായന? ഞാൻ ഈ വായിക്കുന്ന ഖുർആനിൽ എന്താണ് ഉള്ളതെന്ന് പരിശോധിച്ചാൽ തീർച്ചയായും ആശ്വാസം കിട്ടുമെന്ന് മനസ്സിലാകും. റബ്ബനാ ലാ തുആഖിദ്നാ,
പടച്ചോനെ ഞങ്ങളെ നീ പിടികൂടരുത്, തെറ്റ് വന്നിട്ടുണ്ട്. പലതും മറന്നുപോയിട്ടാ ഞങ്ങൾ ചെയ്യാതെ പോയത്, പല കാര്യങ്ങളും മറന്നുപോയിട്ടാ തെറ്റായിട്ടും ചെയ്തു പോയത്. ചിലപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം വന്നതാണ്, പടച്ചോനെ പൊറുത്തു തരണമേ. ലാ തുആഖിദ്നാ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആലോചിച്ച് നോക്കുങ്ങൾ, ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഈ മന്ത്രങ്ങൾ എല്ലാ ദിവസങ്ങളിലും എല്ലാ രാത്രികളിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് പ്രാർത്ഥിച്ചുവെങ്കിൽ ഖഫതാ, അത് രണ്ടും മതി അയാൾക്ക് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ആയത്തുൽ കുർസി അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ പ്രഘോഷിക്കുന്ന വചനം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ആ വചനമാണ്. അത് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പാരായണം ചെയ്യുന്ന ആൾക്ക് ജീവിതത്തിന് സമാധാനം ഉണ്ടാവൂലെന്നോ? ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ ഏകനായ സൃഷ്ടാവിനെ സലാമും മുഅ്മിനും മുഹൈമിനും ഗഫൂറും അസീസും ജബ്ബാറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങളെ ഋജുവായി പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് അല്ലാഹ് സമാധാനം തരൂലേ? സുബുലസ്സലാം, സമാധാനത്തിൻ്റെ വഴി അവൻ കാണിച്ചു തരും. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ ആയത്തുൽ കുർസിയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖറഅ ദുബുറ കുല്ലി സ്വലാത്തിൻ മഫ്റൂദ എന്നാണ്. എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്കും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരേ ഒരു തടസ്സമേയുള്ളൂ, അൽ മൗത്ത്, മരണം. മരണമല്ലാതെ മറ്റൊരു തടസ്സവും ഇല്ല എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, അങ്ങനൊക്കെ ഉണ്ടാവുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ നമസ്കാരത്തിനും ശേഷം ആയത്തുൽ കുർസി ബോധ്യത്തോടുകൂടെ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു പണി തന്നെയാണ്. അങ്ങനെ ശ്രമകരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ ജീവിതത്തിൽ അഖിലവും വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹു അതിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണവും വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ടുള്ള പഠനവും പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരലും ജീവിതത്തിന് സമാധാനം തരുന്നു പറഞ്ഞാൽ അത് തന്നെയാണ്. കടമിടപാടുകൾ എഴുതി വെക്കണം എന്ന വലിയൊരു വചനം ആയത്തുദ്ദൈന് ഖുർആനിൽ ഇങ്ങനെ ഓതിയപ്പോൾ എന്താ കിട്ടാനുള്ളത്? എന്ത് സമാധാനമാണ് കിട്ടാനുള്ളത്? നിങ്ങൾ ആലോചിക്കുക. നമ്മൾ പലരും കടം അത് എഴുതി വെക്കണം, അത് രേഖപ്പെടുത്തണം, അതിന് സാക്ഷികൾ വേണം, അതിന് കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന ആയത്തുകൾ ഓതിയപ്പോൾ എന്താ കിട്ടാനുള്ളത്? അത് ഓതുന്നത് നിരന്തരമായി അത് പാരായണം ചെയ്യുന്ന, അത് പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന ഒരാൾ അത് പ്രാവർത്തികമാക്കുന്നതോടുകൂടെ ഇപ്പോഴാണ്ട് മരിച്ചാലും പ്രശ്നമല്ല എന്ന് അയാൾക്കൊരു ആശ്വാസമാണ്. ഇപ്പോഴും മരിച്ചാലും പ്രശ്നമില്ല, കാരണം എല്ലാം കൃത്യമാണ്, എല്ലാം വ്യവസ്ഥാപിതമാണ്. ഞാൻ ഇപ്പോൾ മരിച്ചാലും സാമ്പത്തികമായ ഒരു പ്രശ്നത്തിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല എന്നൊരു ആശ്വാസം ഉണ്ടാവും. അയാൾ വെറുതെ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഹലാലായതുകൊണ്ട് ഉണ്ടാക്കി പടുത്തുയർത്ത വീടിൻ്റെ മൊഞ്ചു കൂട്ടാനും അതിൻ്റെ പുറം മോടി കൂട്ടാനും അതിൻ്റെ ഓട് മിനുക്കാനും തറ മിനുക്കാനും വേണ്ടിയിട്ട് അയാൾ പലിശക്കെടുക്കില്ല. അങ്ങനെ എടുത്തുപോയാൽ കുടുങ്ങി, സമാധാനം ഉണ്ടാവില്ല. എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ ഒന്ന് മരിക്കും? ഒരു പേടിയാണ്. ഇപ്പം ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുക. ഖുർആൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരക്കണം. അപ്പോഴാണ് മരണം മുതൽ സന്തോഷവും സുഖവും അനുഭവിക്കാൻ കഴിയുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കാം. ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, സൂറത്തു സാദിലെ 29-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ليدبروا آياته وليتذكر أولو الألباب.
ഖുർആനിനെ അൻസൽനാഹു ഇലൈക മുബാറക്, താങ്കളിലേക്ക് അനുഗ്രഹീതമായി അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ്? ലിയദ്ദബ്ബറു, അതെ, ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അള്ളാഹു ചോദിക്കുക, ഖുർആനിനെ കുറിച്ചാരും ഒരു തദബ്ബുർ നടത്താത്തത് എന്തേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഇനി അവരുടെ ഹൃദയത്തിൻ്റെ പൂട്ട് അങ്ങനെ തന്നെ നിൽക്കുക, അത് പൊട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ലുബുള്ള ആളുകൾ, ബുദ്ധിമാന്മാരായ ആളുകൾ ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, അൽ അമലു ബിഹി വത്തഖല്ലുഖ് ബി അഖ്ലാഖിഹി, അത് അമലാക്കുക, അത് ിൽ നിന്ന് സ്വഭാവ രൂപീകരണം നടത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. അതാണ് ഖുർആനിനോടുള്ള ഹുർമത്തും. അതിനെ നല്ല പൊതിയിൽ പൊതിഞ്ഞ് ഉയരത്തിൽ വെക്കുകയും അരക്ക് മുകളിൽ ഇങ്ങനെ മുകളിൽ ചേർത്ത് വെക്കുകയും അതിൻ്റെ ഹുർമത്താണ്. പക്ഷേ അത് മാത്രമല്ല ഹുർമത്ത്, അതിലുള്ളതിനെതിരാകാതെ ജീവിക്കുക എന്നതാണ് അതിൻ്റെ ഹുർമത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്. അത് നിരന്തരമായി പ്രഭാത പ്രദോഷങ്ങളിൽ പാരായണം ചെയ്യുക എന്നത് മറ്റൊരു ഹുർമത്താണ്. ആ പാരായണം തജ്വീദോടുകൂടെയാവുക എന്നത് പാരായണ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹുർമത്താണ്. അത് മനഃപ്പാഠമാക്കുക എന്നത് ഹുർമത്താണ്. മനഃപ്പാഠമാക്കുമ്പോൾ അക്ഷരത്തെറ്റില്ലാതെ മനഃപ്പാഠമാക്കുക എന്നതാണ് ഹുർമത്തിൽ പ്രധാനം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ എൻ്റെ സമയവും അവസാനിച്ചു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു സൂറത്ത് അൻആമിലെ 155 വചനത്തിലൂടെ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വഹാദാ കിതാബ്, ഇതാണ് ഗ്രന്ഥം, ഇതാ വേദഗ്രന്ഥം. അൻസൽനാഹു ഇലൈക്, നാം അൻസൽനാഹു മുബാറക്, അനുഗ്രഹീതമായി നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥം. ഫത്തബിഊ, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക, നിങ്ങൾ അതിനെ പിൻപറ്റുക, എങ്കിൽ സൂക്ഷ്മതയുള്ളവരാകും. അങ്ങനെ സൂക്ഷ്മതയുള്ളവരായി വത്തഖൂ, സൂക്ഷ്മതയുള്ളവരാവുക, ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും. അവസാനമായി സൂറത്തു താഹയിലെ 124, 120 ശേഷമുള്ള 1-2 വചനങ്ങൾ കൂടെ ഓതിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫമനിത്തബഅ ഹുദായ ഹുദായ, എൻ്റെ ഞാൻ നൽകിയ മാർഗദർശനത്തെ, ഹുദയെ ആരാണോ പിൻപറ്റുന്നത്, ആരാണോ അനുധാവനം ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്, ഫലാ യദില്ലു വലാ യഷ്ഖാ, ഫലാ യദില്ലു വലാ യഷ്ഖാ, ഫലാ യദില്ലു വലാ യഷ്ഖാ, അവർ ദലാലത്തിലാവുകയില്ല, അവർക്ക് ശഖാവത്തുണ്ടാവുകയില്ല, വഴിപിഴക്കുകയോ വിഷമിച്ചു പോവുകയോ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, ആരെങ്കിലും എൻ്റെ ദിക്റിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, നാം നമ്മുടെ സംസാരത്തിൽ ആദ്യം ഓതി വെച്ച ആയത്ത്, എൻ്റെ ദിക്ർ കൊണ്ട് ഹൃദയത്തെ ഇനിയും ഭക്തമാക്കാൻ സമയമായില്ലേ, അവസാനത്തെ വചനവും ഇത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദിക്റിലൂടെ ഭക്തമാക്കാൻ സമയം കണ്ടെത്താത്ത ആൾ, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, കുടുസായ ജീവിതമായിരിക്കും, അവരുടെ മഈശത്ത് പ്രയാസകരമായിരിക്കും. മഈശത്ത് എന്ന് പറയുമ്പോൾ
ഇവിടെ ഉണ്ടാക്കണ കാര്യത്തെക്കുറിച്ചല്ല പറയണത്. ഇവിടുത്തെ ഉപജീവനം, ഇവിടെ നിന്ന് ഉണ്ടാക്കണ ഉപജീവനത്തെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് അവരുടെ ആത്യന്തിക ജീവിതം ഏറെ കുടുസായതായിരിക്കും. മഈശതൻ ദൻകാ. എവിടെ തുടങ്ങുമത്? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. ഖിയാമത്ത് നാളിൽ കണ്ണു കാണാത്തവരായി, അന്ധനായി നാം അവരെ വിളിച്ചു ചേർക്കും, ഒരുമിച്ച് കൂട്ടും. യൗമുൽ ഹശ്റിൽ അഴ്മയായിരിക്കും. അപ്പോൾ റബ്ബിനോട് ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ വഖദ് കുൻതു ബസീറാ. ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ വഖദ് കുൻതു ബസീറാ. റബ്ബേ, എന്നെ എന്തിനാണ് അന്ധനായി വിളിച്ചു ചേർത്തത്? എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. അല്ലാഹ് മറുപടി പറയും, ഖാല കദാലിക അതത്ക ആയാതുനാ വഖദ് നസീതഹാ ഫഖദ് നസീതഹാ വകദാലികൽ യൗമ തുൻസാ. നീ പറഞ്ഞത് ശരിയാ, നിനക്ക് കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ കാഴ്ചയുള്ള കാലത്ത് അന്ന് നിനക്ക് പഠിക്കുവാൻ, നിനക്ക് ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ, ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ നാം ഒരു സന്ദേശം നൽകിയിരുന്നു. അതത്ക ആയാതുനാ, നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നല്ലോ. ഫനസീതഹാ, പക്ഷേ നീ അതിനെ അപ്പോൾ മറന്നു കളഞ്ഞു, നീ അതിനെ മാറ്റിവെച്ചു, നീ അതിനെ ഹജ്ർ ചെയ്തു, നീ അതിനെ വെടിഞ്ഞു. അത് നീ കാണാ പഠിച്ചിട്ടുണ്ട്, അത് നീ കേട്ടിട്ടുണ്ട്, അത് നീ പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ അതിനെ വെടിഞ്ഞതാണ്, അതിലുള്ളത് നീ പ്രാവർത്തികമാക്കിയില്ല. ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അതുപോലെ നീ അതിനെ മറന്ന പോലെ, നിനക്കനുഗ്രഹമായി കിട്ടിയ വിശുദ്ധ ഖുർആനിനെ നീ മറന്ന പോലെ നിന്നെ ഞാനും മറന്നതാ. നിനക്ക് കാഴ്ചയുണ്ടായിരുന്നുവല്ലേ. വകദാലികൽ യൗമ തുൻസാ. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളാവരുത്, ദൗർഭാഗ്യവാന്മാരായി പോകരുത്. നമ്മുടെ കണ്ണ് കരയണം, നമ്മുടെ മനസ്സ് വേദനിക്കണം, നമ്മുടെ കൽബ് പിടയണം, വിഷമമുണ്ടാകണം. പടച്ചോനെ, ഞാൻ അങ്ങനെയുള്ള ആളുകളിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കണം. അതിനെന്ത് ചെയ്യണം? ഖുർആനിനെ നിരന്തരമായി ഖുർആൻ വായിക്കുക, നിരന്തരമായി ഖുർആൻ വായിക്കുക. കുറേ സമയം ഇരുന്ന് അങ്ങനെ വായിക്കുക. ഒരു ജുസു ഓതാൻ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ കുറച്ചും കൂടോ മതിയല്ലോ. അങ്ങ് സ്പീഡിൽ ഓതി തീർക്കണം എന്നല്ല പറഞ്ഞത്, സാവകാശക്രമത്തിൽ നിരന്തരമായി. പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ വല്യമ്മമാരും അല്ലെങ്കിൽ എല്ലാവരും കുട്ടികളും ഒക്കെ മഗ്രിബ് സമയമായാൽ ഖുർആൻ്റെ പാരായണം ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഇന്ന് എത്ര വീട്ടിലുണ്ട്? നിങ്ങൾ ഓരോരുത്തരും പറയും, നിങ്ങൾ എത്ര ആൾക്കാരുടെ വീട്ടിൽ പ്രദോഷ സമയം തുടങ്ങുമ്പോൾ ഖുർആനിൻ്റെ വായന, ഖുർആൻ്റെ ശബ്ദം വരാറുണ്ട്? എത്ര വീടുകളിലുണ്ട്? അതില്ല. പണ്ട് കാലത്ത് നമ്മളെപ്പോലെ സുഭിക്ഷതല്ലായിരുന്നു. ഒരു നേരം ഭക്ഷണത്തിന് പോലും ഏതെങ്കിലും മലമുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൃഷിത്തോട്ടങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും കർഷകരുടെ അടുത്തോ പോയി കാത്തു കുത്തിയിരുന്നിട്ട് അവർ കൊണ്ടുപോയ വാഴക്കൈയുടെ തൊലി മാത്രം കിട്ടിയിട്ട് ഭക്ഷണമാക്കിയിരുന്ന ഒരു കാലമായിരുന്നു. കപ്പത്തോട് മാത്രം, മരച്ചീനിയുടെ തോട് മാത്രം ഭക്ഷണമാക്കിയ ആളുകളായിരുന്നു. രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കുമൊക്കെ ചക്കയും ചക്കക്കുരുവും മാത്രം ജീവിതശീലമാക്കിയ ആളുകളായിരുന്നു. പ്രയാസങ്ങൾ അങ്ങേയറ്റം സഹിച്ചവരായിരുന്നു. പക്ഷേ അവർ വളരെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു. ഇന്ന് നമുക്ക് ചക്ക വേണ്ട, ചക്കക്കുരു വേണ്ട, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല. ഒരുപാടുണ്ട്, നമ്മുടെ വീട്ടിലെത്തുന്നു. നമ്മൾ കടയിലേക്ക്, സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു, നമ്മെ തടഞ്ഞുപോയ ബാസ്ക്കറ്റിലേക്ക് അവ വഴിയിലുള്ള എല്ലാ സാധനങ്ങളും നിറയുന്നു, കൂമ്പാരമായി വീട്ടിലെത്തുന്നു. ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഭക്ഷണത്തിലോ മറ്റോ ഞാൻ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ സമാധാനം പഴയ തലമുറയെ പോലെ നമുക്കില്ല. എന്തുകൊണ്ട്? ഒന്നുമില്ല. വമൻ അഅറദ അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب
لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ദുനിയാവിന് വേണ്ടി മാത്രം ഓടുന്ന ആളുകൾ, ദുനിയാവാണ് ഒരാൾ ലക്ഷ്യം വെച്ചതെങ്കിൽ അയാളുടെ രണ്ട് കൈകൾക്കിടയിൽ അഥവാ അയാൾക്ക് മുമ്പിൽ അയാളുടെ ജീവിതത്തിൽ നാം എല്ലാ വിധത്തിലും ഐശ്വര്യം നിറച്ചു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ഖുദൂസിയായ ഹദീസിൽ പ്രവാചകൻ വിശദീകരിക്കുക. എന്നാൽ ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾക്ക് ആഖിറത്ത് ലഭിക്കും എന്ന് മാത്രമല്ല, ദുനിയാവിൽ അയാൾക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങൾ അല്ലാഹ് ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടരെ, ദുനിയാവാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ വലം അസുദ്ദ ഫഖ്റക മലതു യദൈക ശുഗ്ലൻ വലം അസുദ്ദ ഫഖ്റക, ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് ബിസി ആയിരിക്കും, എത്രയോ ശാഖകളുണ്ടാകും, എത്രയോ ബ്രാഞ്ചുകളുണ്ടാകും, എല്ലാ അങ്ങാടികളിലും എല്ലാ ടൗണുകളിലും ഈ വലിയ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകൾ അയാളുടെ ഉടമസ്ഥതയിൽ ഉള്ളതുണ്ടാകും. പക്ഷേ ഒരു 100 രൂപ, 1000 രൂപ, 1,00,000 രൂപ അയൽപ്പക്കത്തെ വീടിൻ്റെ നിർമ്മാണത്തിന് അയാളുടെ അടുക്കൽ ചെന്നാൽ അദ്ദേഹം അയാൾക്കുള്ള കടത്തെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും പറയും. അല്ലാഹ് പറഞ്ഞു, മലതു യദൈക ശുഗ്ലൻ, ശുഗ്ൽ ഒരുപാടുണ്ടാകും, ബിസി ആയിരിക്കും, ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് കച്ചവടം ഉണ്ടാകും. പക്ഷേ വലം അസുദ്ദ ഫഖ്റക, ദാരിദ്ര്യം ഞാൻ നീക്കൂല എന്ന് അല്ലാഹ് പറഞ്ഞു. കുറേ ഉണ്ടാവും, കുറേ ഉടമസ്ഥത ഉണ്ടാവും, ദാരിദ്ര്യം നീങ്ങൂല. അതാണ് മഈശതൻ ദൻക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഓർക്കുക, ദുനിയാവ് മാത്രമല്ല ആഖിറത്തിനെ ലക്ഷ്യം വെക്കുക. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്ത് തന്നെ കേട്ടോ ഖൈറായതും അബ്ഖയായതും ഏറ്റവും ഉത്തമവും എന്നൊന്നും അവശേഷിക്കുന്നതും ആഖിറം മാത്ര. ദുനിയാവിലെ മരണമെന്നത് എപ്പോഴാണെന്നറിയില്ല. ഏതോ ഒരു സന്ദർഭം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. കാലം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ വൃഥാ കറങ്ങാനുള്ളവരല്ല ഞാനും നിങ്ങളും. എവിടെയോ നാം തെറിച്ചു പോകും, നമ്മുടെ ജീവിതം നിശ്ചലമാകും, യഥാർത്ഥ ജീവിതത്തിൻ്റെ ചലനം തുടങ്ങും. ആലോചിക്കണം സഹോദരങ്ങളെ, ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ കൃത്യമായി ലക്ഷ്യബോധമുള്ള മുവഹിദുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെ പ്രമാണമായി കാണുന്ന, പ്രവാചകൻ്റെ ജീവിതചര്യയെ പ്രമാണമായി കാണുന്ന, അവ രണ്ടിൽ നിന്നുമുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ നന്മകളായി സ്വാംശീകരിക്കുന്ന യഥാർത്ഥ മുത്തഖീകളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയുമൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വെളിച്ചം ഒരുപാട് നമ്മുടെ കൂടെ ഇപ്പം മക്കളും കൂടെ ചേർന്നിട്ടുണ്ട്. ബാലവെളിച്ചം, ഉമ്മ ഉപ്പ ഞാനും ഉണ്ട്, ഞങ്ങളും ഉണ്ട് നിങ്ങളെ കൂടെ എന്നാണ് പറയുന്നത് അവർ. അപ്പം നമ്മൾ വെളിച്ചം പ്രയോക്താക്കളാകുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ അതിനകത്ത് കണ്ണികളാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് കേവലം ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തൽ മാത്രമായി പോകാതെ അതിലപ്പുറം വായിച്ച് പഠിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന, ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം പരതുന്നവരാവരുത് നമ്മൾ. ചോദ്യം വായിച്ച് ഉത്തരം പരതുന്നവരാകരുത് നമ്മൾ. എല്ലാവർക്കും ഒന്നും ഇവിടുന്ന് സമ്മാനം കിട്ടൂല. ഇവിടുത്തെ സമ്മാനം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഒഴുക്കിന് വേണ്ടിയുള്ളതാണ്. 25,000, 10,000, 5,000 നറുക്കെടുപ്പൊക്കെ അതല്ല നമുക്ക് പ്രധാനം അതല്ല. മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ 2 കാര്യവും കിട്ടി. ദുനിയാവിൽ മത്സരത്തിലും പങ്കെടുത്തു, പരലോകത്തേക്കുള്ള മത്സരമായി അത് മാറുകയും ചെയ്യും. എല്ലാ ആളുകളും, ഓരോ കുടുംബത്തിലും വെളിച്ചവും ബാലവെളിച്ചവും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എന്ന് പറഞ്ഞ പോലെ വേണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മാനും ഗഫൂറുമായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ അബദ്ധം, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മറന്നതിൻ്റെ പേരിലോ കരുതിക്കൂട്ടിയോ രഹസ്യമോ പരസ്യമായോ ഒക്കെ മാനുഷികമായി ഞങ്ങൾ ചെയ്തു പോയി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ. അല്ലാഹുവേ, അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ അന്ന് പിടികൂടരുതേ, അന്ന് നീ ഞങ്ങളെ നിന്ദിക്കരുതേ റഹ്മാനെ. ലാ തുഖ്സിനാ യൗമൽ ഖിയാമ, اللهم لا تخزنا يوم القيامة، اللهم لا تخزنا يوم القيامة واغفر لنا يا غافر المذنبين. اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. اللهم اكتب لكل واحد منا براءة من النار. اللهم اكتب لكل واحد منا براءة من النار. اللهم اكتب لكل واحد منا براءة من النار. اللهم أنت ربنا فارزقنا الاستقامة. اللهم أنت ربنا فارزقنا الاستقامة. اللهم أنت ربنا فارزقنا الاستقامة. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل القرآن ربيع قلوبنا وشفيعا لنا يوم الحساب لعيوب أعمالنا يا رب العالمين. اللهم اجعلنا من الذين يتلون الكتاب حق تلاوته واجعلنا من الذين يدرسون الكتاب حق دراسته واجعلنا من الذين يعملون بالكتاب حق عمله يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر لنا ولوالدينا ولمن أوصانا بالدعاء. اللهم أدخلنا الجنة يا رب العالمين. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.